തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. ജെർമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 14-ാം അധ്യായം. കൊടിയ വരൾച്ചയെ സംബന്ധിച്ചു ജെർമിയായ്ക്ക് കർത്താവിൽ നിന്ന് ലഭിച്ച അരുളപ്പാട്. യൂദ വിലപിക്കുന്നു, അവളുടെ നഗരങ്ങൾ ദുർബലമായിരിക്കുന്നു, അവളുടെ ജനം നിലത്തു വീണ് കരയുന്നു. ജെറുസലേമിന്റെ രോദനം ഉയരുന്നു, അവളുടെ പ്രഭുക്കന്മാർ വെള്ളത്തിനു സേവകരെ പറഞ്ഞുവിടുന്നു. അവർ കിണറ്റിൻ കരയിലെത്തുന്നു, വെള്ളം കിട്ടാതെ ഒഴിഞ്ഞ പാത്രങ്ങളുമായി തിരിച്ചു പോകുന്നു. ലജ്ജയും വിസ്മയവും നിമിത്തം അവർ തങ്ങളുടെ തല മൂടുന്നു. നാട്ടിൽ മഴ പെയ്യാത്തതുകൊണ്ട് ഭൂമി വരണ്ടു, കൃഷിക്കാർ ആകുലരായി, അവർ തല മൂടുന്നു. മാൻപേട പെറ്റ കുഞ്ഞിനെ പുല്ലില്ലാത്തതുകൊണ്ട് വയലിൽ ഉപേക്ഷിച്ചു പോകുന്നു. കാട്ടുകഴുതകൾ ശൂന്യമായ കുന്നുകളിൽ നിന്ന് വായുവിനായി കുറുനരിയെപ്പോലെ അണയ്ക്കുന്നു. തീറ്റയില്ലാത്തതുകൊണ്ട് അവയുടെ കാഴ്ച മങ്ങിയിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ ഞങ്ങൾക്കെതിരെ നിൽക്കുന്നു, എങ്കിലും അവിടുത്തെ നാമത്തെ പ്രതി അങ്ങ് പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ വീഴ്ചകൾ നിരവധിയാണ്, അങ്ങേക്കെതിരെ ഞങ്ങൾ പാപം ചെയ്തു. ഇസ്രായേലിന്റെ പ്രതീക്ഷയും ദുരിതത്തിൽ അവളുടെ രക്ഷകനും ആയ അവിടുന്ന് എന്തുകൊണ്ടാണ് ദേശത്ത് ഒരു അപരിചിതനെ പോലെയും രാത്രിയിൽ സങ്കേതം അന്വേഷിക്കുന്ന വഴിയാത്രക്കാരനെ പോലെയും പെരുമാറുന്നത്? അങ്ങ് സംശയഗ്രസ്തനെ പോലെയും സഹായിക്കാൻ ശക്തിയില്ലാത്ത യോദ്ധാവിനെ പോലെയും ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്നാലും കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മധ്യേയുണ്ട്, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അറിയപ്പെടുന്നു. ഞങ്ങളെ വിട്ടുപോകരുതേ. ഈ ജനത്തെക്കുറിച്ച് കർത്താവ് അരുൾ ചെയ്യുന്നു, അവർ ഇതുപോലെ അലയാനാണ് ഇഷ്ടപ്പെട്ടത്, കാലുകളെ അവർ നിയന്ത്രിച്ചില്ല, അതുകൊണ്ട് അവർ കർത്താവിന് സ്വീകാര്യനല്ല. ഇപ്പോൾ അവിടുന്ന് അവരുടെ തിന്മകൾ ഓർക്കുകയും പാപങ്ങളെ പ്രതി അവരെ ശിക്ഷിക്കുകയും ചെയ്യും. കർത്താവ് എന്നോട് അരുൾ ചെയ്തു, ഈ ജനത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കേണ്ട. അവർ ഉപവാസം അനുഷ്ഠിച്ചാലും അവരുടെ കരച്ചിൽ ഞാൻ കേൾക്കുകയില്ല. അവരുടെ ദഹനബലിയും ധാന്യബലിയും സ്വീകരിക്കുകയില്ല. ഞാൻ അവളെ വാളാലും പട്ടിണിയാലും പകർച്ചവ്യാധികളാലും നശിപ്പിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, നിങ്ങൾ വാൾ കാണേണ്ടി വരികയില്ല, നിങ്ങൾക്ക് പട്ടിണി ഉണ്ടാകില്ല. ഞാൻ നിങ്ങൾക്ക് ഈ ദേശത്ത് സമാധാനം ഉറപ്പുവരുത്തും എന്നാണല്ലോ പ്രവാചകന്മാർ അവരോട് പറയുന്നത്. കർത്താവ് എന്നോട് അരുൾ ചെയ്തു, പ്രവാചകന്മാർ എന്റെ നാമത്തിൽ വ്യാജപ്രവചനം നടത്തുന്നു. അവരെ ഞാൻ അയക്കുകയോ ജനത്തോട് സംസാരിക്കാൻ അവരോട് കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അവർ വ്യാജദർശനവും പൊള്ളയായ വചനങ്ങളും സ്വന്തം സ്വപ്നങ്ങളുമാണ് നിങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ട് എന്റെ നാമത്തിൽ പ്രവചിക്കുന്ന പ്രവാചകന്മാരെ പറ്റി കർത്താവായ ഞാൻ പറയുന്നു, അവരെ ഞാൻ അയച്ചതല്ല. എന്നിട്ടും അവർ ഈ ദേശത്തു വാളും പട്ടിണിയും വരുത്തുകയില്ല എന്ന് പ്രവചിക്കുന്നു. വാളും പട്ടിണിയും അവരെ നശിപ്പിക്കും. അവരുടെ പ്രവചനം കേട്ട ജനം പട്ടിണിക്കും വാളിനും ഇരയായി ജെറുസലേം തെരുവുകളിൽ വലിച്ചെറിയപ്പെടും. അവരെയോ അവരുടെ ഭാര്യമാരെയോ പുത്രന്മാരെയോ പുത്രിമാരെയോ സംസ്കരിക്കാൻ ആരും കാണുകയില്ല. അവരുടെ ദുഷ്കർമ്മങ്ങൾ അവരുടെ മേൽ തന്നെ ഞാൻ ചൊരിയും. നീ അവരോട് പറയണം, എൻ്റെ കണ്ണുകളിൽ നിന്ന് രാപകൽ കണ്ണീരൊഴുകട്ടെ, കണ്ണുനീർ പ്രവാഹം നിലയ്ക്കാതിരിക്കട്ടെ. എന്തെന്നാൽ എൻ്റെ ജനത്തിന് മാരകമായി മുറിവേറ്റിരിക്കുന്നു, അവർ കഠിന മർദ്ദനത്തിനിരയായി. നാട്ടിൻ പുറത്ത് ചെന്നാൽ അവിടെ വാളാൽ വെട്ടിവീഴ്ത്തപ്പെട്ടവർ
നഗരത്തിൽ പ്രവേശിച്ചാൽ അവിടെ പട്ടിണി കൊണ്ട് രോഗം ബാധിച്ചവർ. പ്രവാചകനും പുരോഹിതനും നാടുനീളെ അലയുന്നു, ഒന്നും മനസ്സിലാകുന്നില്ല. അവിടുന്ന് യൂദയായെ നിശേഷം പരിത്യജിച്ചുവോ? ഉള്ളുകൊണ്ട് സിയോനെ വെറുക്കുന്നുവോ? സുഖം പ്രാപിക്കാനാവാത്ത വിധം എന്തിനാണ് ഞങ്ങളെ അങ്ങ് പ്രഹരിച്ചത്? ഞങ്ങൾ സമാധാനം അന്വേഷിച്ചു, ഫലമുണ്ടായില്ല. രോഗശാന്തിക്ക് വേണ്ടി കാത്തിരുന്നു, എന്നാൽ പരിഭ്രാന്തി മാത്രം. കർത്താവേ, ഞങ്ങളുടെ ദുഷ്കൃത്യങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരുടെ തെറ്റുകളും ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങേക്കെതിരെ ഞങ്ങൾ പാപം ചെയ്തു. അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ നിരാകരിക്കരുതേ. അങ്ങയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തെ അപമാനിക്കരുതേ. ഞങ്ങളുമായുള്ള അങ്ങയുടെ ഉടമ്പടി അനുസ്മരിക്കണമേ, അത് ലംഘിക്കരുതേ. ജനതകളുടെ ദേവന്മാർക്കിടയിൽ മഴ പെയ്യിക്കാൻ ശക്തിയുള്ള ആരെങ്കിലും ഉണ്ടോ? ആകാശത്തിനു മാരി വർഷിക്കാൻ കഴിയുമോ? ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അത് ചെയ്യുന്നവർ അങ്ങ് മാത്രമാണല്ലോ. അങ്ങിൽ ഞങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു. ഇവയെല്ലാം പ്രവർത്തിക്കുന്നവർ അവിടുന്നാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം. യൂദായ്ക്ക് നാശം. കർത്താവ് എന്നോട് അരുൾ ചെയ്തു, മോശയും സാമുവലും എൻ്റെ മുൻപിൽ നിന്ന് യാചിച്ചാൽ പോലും ഈ ജനത്തിന്റെ നേർക്ക് ഞാൻ കരുണ കാണിക്കുകയില്ല. എൻ്റെ മുൻപിൽ നിന്ന് അവരെ പറഞ്ഞയക്കുക, അവർ പോകട്ടെ. എങ്ങോട്ടാണ് പോവുക എന്ന് അവർ ചോദിച്ചാൽ നീ അവരോട് പറയണം, കർത്താവ് അരുൾ ചെയ്യുന്നു, മഹാമാരിക്കുള്ളവർ മഹാമാരിയിലേക്ക്, വാളിനുള്ളവർ വാൾത്തലയിലേക്ക്, പട്ടിണിക്കുള്ളവർ പട്ടിണിയിലേക്ക്, അടിമത്തത്തിനുള്ളവർ അടിമത്തത്തിലേക്ക്. കർത്താവ് അരുൾ ചെയ്യുന്നു, 4 തരം വിനാശകരെ ഞാൻ അവരുടെ മേൽ അയക്കും. വധിക്കാൻ വാൾ, പിച്ചി ചീന്താൻ നായ്ക്കൾ, കടിച്ചു കീറാനും നശിപ്പിക്കാനും ആകാശപ്പറവകളും ഭൂമിയിലെ ഹിംസ്രജന്തുക്കളും. ഞാൻ അവരെ ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ഭീഫത്സവസ്തുവായി മാറ്റും. യൂദാ രാജാവായ ഹെസക്കിയായുടെ മകൻ മനാസെ ജെറുസലേമിൽ ചെയ്തു കൂട്ടിയ അകൃത്യങ്ങളുടെ ഫലമാണിത്. കർത്താവ് അരുൾ ചെയ്യുന്നു, ജെറുസലേം, ആര് നിന്നോട് കരുണ കാണിക്കും? ആര് നിന്റെ മേൽ സഹതാപം പ്രകടിപ്പിക്കും? നിന്റെ ക്ഷേമം അന്വേഷിക്കാൻ ആര് നിൽക്കും? നീ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, നീ എനിക്ക് പുറംതിരിഞ്ഞു. അതുകൊണ്ട് ഞാൻ നിനക്കെതിരെ കൈനീട്ടി നിന്നെ നശിപ്പിച്ചു. ദയ കാണിച്ചു ഞാൻ മടുത്തു. അവരുടെ നാട്ടിലെ പട്ടിണികളിൽ വെച്ചു വീശുമുറം കൊണ്ട് ഞാൻ അവരെ പാറ്റി. ഉറ്റവരുടെ വേർപാടിലുള്ള വേദന അവരിൽ ഞാൻ ഉളവാക്കി. എൻ്റെ ജനത്തെ ഞാൻ നശിപ്പിച്ചു, എന്നിട്ടും അവർ തങ്ങളുടെ വഴികളിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. അവരുടെ വിധവകളുടെ സംഖ്യ കടൽ തീരത്തെ മണൽത്തരിയേക്കാൾ ഞാൻ വർദ്ധിപ്പിച്ചു. യുവാക്കന്മാരുടെ മാതാപിതാക്കളുടെയും മേൽ നട്ടുച്ചയ്ക്ക് ഞാൻ വിനാശകനെ അയച്ചു. കഠിനവേദനയും ഭീതിയും അവരുടെ മേൽ പെട്ടെന്ന് പതിക്കാൻ ഞാൻ ഇടയാക്കി. 7 മക്കളുടെ അമ്മയായവൾ ക്ഷീണിച്ചു തളർന്നു. അവൾ അന്ത്യശ്വാസം വലിച്ചു. പകൽ നേരത്തു തന്നെ അവളുടെ സൂര്യൻ അസ്തമിച്ചു. ലജ്ജയും അപമാനവും മാത്രം അവൾക്ക് അവശേഷിച്ചു. ശേഷിച്ചിരിക്കുന്നവരെ ഞാൻ അവരുടെ ശത്രുക്കളുടെ മുൻപിൽ വെച്ച് വാളിനിരയാക്കും. കർത്താവ് അരുൾ ചെയ്യുന്നു, എൻ്റെ അമ്മേ, എനിക്ക് ദുരിതം. നാട്ടിലെങ്ങും കലഹത്തിനും കലാപത്തിനും കാരണക്കാരനാകാൻ എന്നെ നീ പ്രസവിച്ചതെന്തിന്? ഞാൻ കടം കൊടുത്തില്ല, വാങ്ങിയിട്ടുമില്ല, എന്നിട്ടും എല്ലാവരും എന്നെ ശപിക്കുന്നു. കർത്താവെ, അവരുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയോ പ്രയാസങ്ങളുടെയും ദുരിതങ്ങളുടെയും കാലത്ത് ഞാൻ എൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി യാചിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്രകാരം സംഭവിച്ചു കൊള്ളട്ടെ. വടക്കു നിന്നുള്ള ഇരുമ്പോ പിത്തളയോ ആർക്കെങ്കിലും ഒടിക്കാനാവുമോ? നിന്റെ പാപങ്ങൾ മൂലം നിന്റെ സമ്പത്തും നിക്ഷേപങ്ങളും വില കൂടാതെ കവർച്ച വസ്തുക്കളെ പോലെ രാജ്യത്തുടനീളം ഞാൻ വിതരണം ചെയ്യും. നിങ്ങൾക്ക് അപരിചിതമായ ഒരു ദേശത്തേക്ക് ശത്രുക്കൾക്ക് അടിമകളായി നിങ്ങളെ ഞാൻ അയക്കും. എന്തെന്നാൽ നിങ്ങളെ ദഹിപ്പിക്കാൻ എൻ്റെ കോപാഗ്നി കത്തിപ്പടരും.
കർത്താവേ, അങ്ങേക്കറിയാമല്ലോ, എന്നെ അനുസ്മരിക്കണമേ, എന്നെ സന്ദർശിക്കണമേ. എന്നെ പീഡിപ്പിക്കുന്നവരോട് എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യണമേ. അങ്ങയുടെ ക്ഷമയാൽ ശത്രുക്കൾ എന്നെ നശിപ്പിക്കാൻ ഇടയാക്കരുതേ. ഞാൻ അപമാനിതനാകുന്നത് അങ്ങേക്ക് വേണ്ടിയാണെന്ന് ഗ്രഹിക്കണമേ. അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു. അവ എനിക്ക് ആനന്ദാമൃതമായി. എൻ്റെ ഹൃദയത്തിന് സന്തോഷവും. എന്തെന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, ഞാൻ അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത്. ഉല്ലാസ ജീവിതം നയിക്കുന്നവനോട് ഞാൻ സഹവസിക്കുകയോ അവരോടൊത്ത് സന്തോഷിക്കുകയോ ചെയ്തില്ല. അങ്ങയുടെ കരം എൻ്റെ മേലുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഏകാഗിയായി കഴിഞ്ഞു. അമർഷം കൊണ്ട് അങ്ങ് എന്നെ നിറച്ചിരുന്നു. എന്താണ് എൻ്റെ വേദന മാറാത്തത്? എൻ്റെ മുറിവ് ഉണങ്ങാൻ കൂട്ടാക്കാതെ വിങ്ങുന്നത് എന്തുകൊണ്ട്? ഇടയ്ക്കിടെ വെള്ളം വറ്റിപ്പോകുന്ന അരുവിയെപ്പോലെ അവിടുന്ന് എന്നെ വഞ്ചിക്കുമോ? കർത്താവ് അരുൾ ചെയ്യുന്നു, നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കാം. വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. അവർ നിന്റെ അടുക്കലേക്ക് വരും, നീ അവരുടെ അടുക്കലേക്ക് മടങ്ങിപ്പോകയില്ല. ഈ ജനത്തിനു മുൻപിൽ ഒരു പിത്തളക്കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, അവർ വിജയിക്കുകയില്ല. എന്തെന്നാൽ നിന്നെ രക്ഷിക്കാനും മോചിപ്പിക്കാനുമായി ഞാൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവ് അരുൾ ചെയ്യുന്നു, ദുഷ്ടന്റെ കയ്യിൽ നിന്ന് നിന്നെ ഞാൻ വിടുവിക്കും, അക്രമികളുടെ പിടിയിൽ നിന്ന് നിന്നെ ഞാൻ വീണ്ടെടുക്കും. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം. ജെറമിയ ഏകാകി. കർത്താവ് എന്നോട് അരുൾ ചെയ്തു, ഈ സ്ഥലത്തു വെച്ചു നീ വിവാഹം കഴിക്കുകയോ നിനക്ക് മക്കളുണ്ടാവുകയോ അരുത്. ഈ സ്ഥലത്തു വെച്ച് ജനിക്കുന്ന പുത്രന്മാരെ പറ്റിയും അവരുടെ മാതാപിതാക്കളെ പറ്റിയും കർത്താവ് അരുൾ ചെയ്യുന്നു. മാരക രോഗത്താൽ അവർ മരിക്കും. അവരെ ഓർത്ത് ദുഃഖിക്കാനോ അവരെ സംസ്കരിക്കാനോ ആരുമുണ്ടായിരിക്കേയില്ല. നിലത്തു വിതറിയ വളമെന്ന പോലെ അവർ കിടക്കും. അവർ വാളിനും പട്ടിണിക്കും ഇരയാകും. അവരുടെ മൃതദേഹങ്ങൾ ആകാശത്തിലെ പക്ഷികളും ഭൂമിയിലെ മൃഗങ്ങളും ഭക്ഷിക്കും. കർത്താവ് അരുൾ ചെയ്യുന്നു, നീ വിലാപഗ്രഹത്തിൽ പോവുകയോ വിലപിക്കുകയോ അവരോട് സഹതപിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ എൻ്റെ സമാധാനം ഈ ജനത്തിൽ നിന്ന് ഞാൻ പിൻവലിച്ചിരിക്കുന്നു. എൻ്റെ സ്നേഹവും കരുണയും അവർക്കുണ്ടായിരിക്കുകയില്ല. വലിയവരും ചെറിയവരും ഒന്നുപോലെ ഈ ദേശത്ത് മരിച്ചു വീഴും. ആരും അവരെ സംസ്കരിക്കുകയില്ല. അവരെക്കുറിച്ച് ആരും വിലപിക്കുകയില്ല. ആരും തന്നെ മുറിവേൽപ്പിച്ചു തലമുണ്ഡനം ചെയ്തും ദുഃഖം ആചരിക്കുകയില്ല. മരിച്ചവരെ കുറിച്ച് വിലപിക്കുന്നവന് ആശ്വാസമേകാൻ ആരും അപ്പം മുറിച്ചു കൊടുക്കുകയില്ല. മാതാവിന്റെയോ പിതാവിന്റെയോ വേർപാടിൽ ദുഃഖിക്കുന്നവന് ആരും ആശ്വാസത്തിന്റെ പാനപാത്രം നൽകുകയുമില്ല. വിരുന്നു നടക്കുന്ന വീടുകളിൽ പോവുകയോ അവരോട് ചേർന്ന് തിന്നുകയോ കുടിക്കുകയോ അരുത്. എന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങളുടെ കൺമുൻപിൽ വെച്ച് തന്നെ ഈ ദേശത്ത് നിന്ന് ഉല്ലാസത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ആരവവും മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരവും ഞാൻ ഇല്ലാതാക്കും. ജനത്തോട് നീ ഇത് പറയുമ്പോൾ അവർ ചോദിക്കും, എന്തിനാണ് കർത്താവ് ഞങ്ങൾക്കെതിരായി ഇത്ര വലിയ ദുരിതങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്? എന്താണ് ഞങ്ങൾ ചെയ്ത തെറ്റ്? ഞങ്ങളുടെ ദൈവമായ കർത്താവിനെതിരായി എന്ത് പാപമാണ് ഞങ്ങൾ ചെയ്തത്? അപ്പോൾ നീ അവരോട് പറയണം, കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ ഉപേക്ഷിച്ചു. അവർ അന്യദൈവന്മാരെ സ്വീകരിക്കുകയും സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തു. അവർ എന്നെ പരിത്യജിച്ചു, എൻ്റെ നിയമം പാലിച്ചില്ല. നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ പിതാക്കന്മാരുടേതിനേക്കാൾ ചീത്തയാണ്. നിങ്ങൾ തങ്ങളുടെ കാഠിന്യ ഹൃദയത്തിന്റെ ദുഷ്ടമായ ഇംഗിതങ്ങളെ പിൻചൊല്ലുന്നു. എന്നെ അനുസരിക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ ദേശത്തു നിന്നും നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ കേട്ടിട്ടില്ലാത്ത ഒരു ദേശത്തേക്ക് വലിച്ചെറിയും. അവിടെ നിങ്ങൾ അന്യദേവന്മാരെ രാവും പകലും സേവിക്കും. ഞാൻ നിങ്ങളോട് കൃപ കാണിക്കുകയില്ല.
ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനതയെ കൂട്ടിക്കൊണ്ടുവന്ന കർത്താവാണ് എന്ന് പറഞ്ഞ് ആരും ശപഥം ചെയ്യാത്ത ദിവസങ്ങൾ ഇതാ വരുന്നു. കർത്താവ് അരുൾ ചെയ്യുന്നു, തങ്ങളുടെ തുരത്തി ഓടിച്ച ഉത്തരദേശത്തു നിന്നും ഇതര രാജ്യങ്ങളിൽ നിന്നും ഇസ്രായേൽ ജനത്തെ തിരിച്ചു കൊണ്ടുവന്ന കർത്താവാണ് എന്ന് പറഞ്ഞായിരിക്കും അവർ സത്യം ചെയ്യുക. എന്തെന്നാൽ അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത അവരുടെ സ്വന്തം നാട്ടിലേക്ക് ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരും. ഞാൻ അനേകം മീൻപിടുത്തക്കാരെ വരുത്തും, അവർ അവരെ പിടികൂടും. കർത്താവ് അരുൾ ചെയ്യുന്നു, പിന്നീട് ഞാൻ അനേകം നായാട്ടുകാരെ വരുത്തും. അവർ പർവ്വതങ്ങളിൽ നിന്നും മലകളിൽ നിന്നും പാറയിടുക്കുകളിൽ നിന്നും അവരെ വേട്ടയാടി പിടിക്കും. അവരുടെ പ്രവൃത്തികൾ ഞാൻ കാണുന്നുണ്ട്, അവ എനിക്ക് അജ്ഞതമല്ല. അവരുടെ അകൃത്യങ്ങൾ എൻ്റെ കണ്ണുകൾക്ക് ഗോപ്യവുമല്ല. അവർ നിർജീവ വിഗ്രഹങ്ങൾ കൊണ്ട് എൻ്റെ ദേശം ദുഷിപ്പിച്ചു. തങ്ങളുടെ മ്ലേച്ഛ വസ്തുക്കൾ കൊണ്ട് എൻ്റെ അവകാശ ഭൂമി നിറച്ചു. അതിനാൽ അവരുടെ അകൃത്യത്തിനും പാപത്തിനും ഞാൻ ഇരട്ടി പ്രതികാരം ചെയ്യും. എൻ്റെ ബലവും കോട്ടയുമായ കർത്താവേ, കഷ്ടദിനത്തിൽ എൻ്റെ സങ്കേതമേ, ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ജനതകൾ അവിടുത്തെ അടുക്കൽ വന്നു പറയും, ഞങ്ങളുടെ പിതാക്കന്മാർ വ്യാജമല്ലാതെ മറ്റൊന്നും അവകാശപ്പെടുത്തിയിട്ടില്ല. ഉപയോഗശൂന്യമായ വിലകെട്ട വസ്തുക്കൾ മാത്രം. തനിക്ക് വേണ്ടി ദേവന്മാരെ ഉണ്ടാക്കാൻ മനുഷ്യന് സാധിക്കുമോ? അവ ദേവന്മാരല്ല. അതുകൊണ്ട് ഞാൻ അവരെ പഠിപ്പിക്കും. എൻ്റെ ശക്തിയും ബലവും അവരെ ഞാൻ ബോധ്യപ്പെടുത്തും. അപ്പോൾ കർത്താവാണ് എൻ്റെ നാമമെന്ന് അവർ അറിയും. യൂദയായുടെ പാപം നാരായം കൊണ്ട് എഴുതിയിരിക്കുന്നു. വജ്രമുന കൊണ്ട് അവരുടെ ഹൃദയഭിത്തികളും അവരുടെ ബലിപീഠങ്ങളുടെ കൊമ്പുകളിലും കൊത്തിവെച്ചിരിക്കുന്നു. അത് അവർക്കെതിരെ സാക്ഷ്യം വഹിക്കും. ഓരോ പച്ചമര ചുവട്ടിലും കുന്നിൻ മുകളിലും ഗിരിശൃംഗങ്ങളിലും അവർ സ്ഥാപിച്ച ബലിപീഠങ്ങളും അക്ഷര പ്രതിഷ്ഠകളും നിൽക്കുന്നു. നാടുനീളെ നീ ചെയ്തിട്ടുള്ള പാപത്തിന് നിന്റെ സമ്പത്തും സകല നിക്ഷേപങ്ങളും കവർച്ച വസ്തുക്കളായി ഞാൻ പകരം കൊടുക്കും. ഞാൻ നൽകിയ അവകാശം നിനക്ക് നഷ്ടപ്പെടും. നീ അറിയാത്ത ദേശത്തെ ശത്രുക്കളെ സേവിക്കാൻ നിനക്ക് ഞാൻ ഇടവരുത്തും. എന്തെന്നാൽ എൻ്റെ കോപം ജ്വലിക്കാൻ നീ ഇടയാക്കി, അത് എന്നും കത്തിക്കാളും. ജ്ഞാനസൂക്തങ്ങൾ. കർത്താവ് അരുൾ ചെയ്യുന്നു, മനുഷ്യനെ ആശ്രയിക്കുകയും ശാരീരിക ശക്തിയെ അവലംബമാക്കുകയും ചെയ്ത കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവർ ശബ്ദൻ. അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്. അവന് ഋതുഭേദം ഉണ്ടാവുകയില്ല. മരുഭൂമിയിലെ വരണ്ട നിർജ്ജനമായ ഒരു നിലത്ത് അവൻ വസിക്കും. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അതിന് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടിരിക്കും. ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്, ശോചനീയമാമിതം ദുഷിച്ചതുമാണ്. അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. ഓരോ മനുഷ്യനും അതിൻ്റെ ജീവിത രീതിക്കും പ്രവൃത്തിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും. താൻ ഇടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരപ്പക്ഷിയെപ്പോലെയാണ് അന്യായമായി സമ്പത്ത് സമ്പാദിക്കുന്നവൻ. ജീവിത മധ്യത്തിൽ അത് അവനെ പിരിയും. അവസാനം അവൻ വിഡ്ഢിയാവുകയും ചെയ്യും. ആദ്യം മുതലേ ഉന്നതത്തിൽ സ്ഥാപിതമായ മഹത്വത്തിന്റെ സിംഹാസനമാണ് ഞങ്ങളുടെ വിശുദ്ധ മന്ദിരം. ഇസ്രായേലിന്റെ പ്രത്യാശയായ കർത്താവെ, അങ്ങേ ഉപേക്ഷിക്കുന്നവരെല്ലാം ലജ്ജിതരാകും. അങ്ങിൽ നിന്ന് പിന്തിരിയുന്നവർ പൂഴിയിൽ എഴുതിയ പേര് പോലെ അപ്രത്യക്ഷരാകും. എന്തെന്നാൽ ജീവജലത്തിന്റെ ഉറവിടമായ കർത്താവിനെ അവർ ഉപേക്ഷിച്ചു. കർത്താവെ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. കർത്താവിൻ്റെ വചനം എവിടെ? അതിപ്പോൾ നിവൃത്തിയാക്കട്ടെ എന്ന് അവർ പറയുന്നു.
തിന്മ വരുത്താൻ ഞാൻ അങ്ങയോട് നിർബന്ധിച്ചപേക്ഷിച്ചില്ലെന്നും ദുർദിനം ഞാൻ അഭിലഷിച്ചിട്ടില്ലെന്നും അവിടുത്തേക്കറിയാമല്ലോ. എൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ടതൊന്നും അങ്ങേക്ക് അജ്ഞാതമല്ല. അങ്ങ് എനിക്ക് ഭയകാരണമാകരുതേ. തിന്മയുടെ ദിനത്തിൽ അങ്ങാണ് എൻ്റെ സങ്കേതം. എന്നെ പീഡിപ്പിക്കുന്നവർ ലജ്ജിതരാകട്ടെ, ഞാൻ ലജ്ജിതനാകാതിരിക്കട്ടെ. അവർ സംഭ്രമിക്കട്ടെ, ഞാൻ സംഭ്രമിക്കാതിരിക്കട്ടെ. അവരുടെ മേൽ തിന്മയുടെ ദിവസം വരുത്തണമേ, അവരെ വീണ്ടും വീണ്ടും നശിപ്പിക്കണമേ. സാബത്താചരണം. കർത്താവ് എന്നോട് അരുൾ ചെയ്തു, യൂദാ രാജാക്കന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ബെഞ്ചമിൻ കവാടത്തിലും ജെറുസലേമിന്റെ സകല കവാടങ്ങളിലും ചെന്ന് പറയുക, യൂദാ രാജാക്കന്മാരെ, യൂദയായിലെ ജനങ്ങളെ, ജെറുസലേം നിവാസികളെ, ഈ കവാടത്തിലൂടെ പ്രവേശിക്കുന്ന നിങ്ങൾ കർത്താവിന്റെ വാക്ക് കേൾക്കുവിൻ. കർത്താവ് അരുൾ ചെയ്യുന്നു, ജീവൻ വേണമെങ്കിൽ സൂക്ഷിച്ചുകൊള്ളുവിൻ. സാബത്ത് ദിനത്തിൽ നിങ്ങൾ ഭാരം വഹിക്കുകയോ ജെറുസലേം കവാടങ്ങളിലൂടെ അത് കൊണ്ടുവരികയോ ചെയ്യരുത്. സാബത്തിൽ നിന്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ചുമട് കൊണ്ടുപോകരുത്, ജോലി ചെയ്യുകയും അരുത്. നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ കൽപ്പിച്ചതുപോലെ സാബത്ത് ദിവസം ശുദ്ധമായി ആചരിക്കുവിൻ. എന്നാൽ അവർ ശ്രദ്ധിക്കുകയോ ശ്രവിക്കുക പോലുമോ ചെയ്തില്ല. നിങ്ങൾ ശ്രവിക്കുകയും സ്വീകരിക്കുകയും ചെയ്യാതെ അവർ തങ്ങളുടെ ദുർവാശിയിൽ ഉറച്ചു നിന്നു. കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങൾ എന്നെ അനുസരിക്കുകയും സാബത്ത് ദിവസത്തിൽ ഈ നഗരത്തിന്റെ കവാടങ്ങളിലൂടെ ചുമട് കൊണ്ടുവരാതിരിക്കുകയും ജോലിയൊന്നും ചെയ്യാതെ ശാബത്ത് ശുദ്ധമായി ആചരിക്കുകയും ചെയ്താൽ ദാവീദിന്റെ സിംഹാസനത്തിലിരിക്കുന്ന രാജാക്കന്മാർ രഥങ്ങളിലും കുതിരപ്പുറത്തും സവാരി ചെയ്ത് ഈ നഗര കവാടങ്ങളിലൂടെ അകത്തേക്ക് പ്രവേശിക്കും. അവരോടൊപ്പം അവരുടെ പ്രഭുക്കന്മാരും യൂദയായിലെ ജനങ്ങളും ജെറുസലേം നിവാസികളും. അങ്ങനെ നഗരമെന്നും ജനനിബന്ധമായിരിക്കും. യൂദയായിലെ നഗരങ്ങളിൽ നിന്നും ജെറുസലേമിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നും ബെഞ്ചമിൻ ദേശത്തു നിന്നും സമതലങ്ങൾ, മലമ്പ്രദേശങ്ങൾ, നെഗേബ് എന്നിവിടങ്ങളിൽ നിന്നും ആളുകൾ വരും. അവർ കർത്താവിന്റെ ഭവനത്തിലേക്കും ദഹനബലികളും കാഴ്ചകളും ധാന്യബലികളും സുഗന്ധദ്രവ്യങ്ങളും കൃതജ്ഞതാബലികളും കൊണ്ടുവരും. എന്നാൽ നിങ്ങൾ എന്നെ അനുസരിച്ച് ശാബത്ത് ശുദ്ധമായി ആചരിക്കാതിരിക്കുകയും ശാബത്തിൽ ചുമടുമായി ജെറുസലേമിന്റെ കവാടങ്ങളിലൂടെ പ്രവേശിക്കുകയും ചെയ്താൽ ഞാൻ അതിന്റെ കവാടങ്ങളിൽ തീ കൊളുത്തും. അത് ജെറുസലേമിലെ കൊട്ടാരങ്ങളെ വിഴുങ്ങും, ആരും അത് കെടുത്തുകയില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.